ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ദിവസത്തെ ഒരു ഹാഫ് ഡേയിലെ ഒരു വീഡിയോ. ഫുള്ളായിട്ടുള്ള ഒരു ദിവസമല്ല, ഒരു ഹാഫ് ഡേ, ഒരു 11 മണി തൊട്ട് ഒരു വൈകുന്നേരം ഒരു 6 മണി, ഒരു 6:30 വരെയുള്ള ഒരു സമയം. അപ്പോൾ വെള്ളിയാഴ്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഓഫീസില്ല, മോൾക്ക് സ്കൂളില്ല. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് എൻ്റെ അനിയനെ റൂമിൽ നിന്ന് എടുക്കണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കണം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അങ്ങനെ എന്തെങ്കിലും വയ്ക്കുക. അപ്പോൾ ഇന്ന് താറാവിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ താറാവിനെ നന്നാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് താറാവിനെ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് എടുത്തു, പിന്നെ എൻ്റെ അനിയനെ റൂമിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ നേരെ താറാവിനെ വാങ്ങിക്കാനായിട്ട് പോവാട്ടോ. ഇതിപ്പോൾ ഫ്രഷായിട്ട് ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാട്ടാ. ഇവിടെ മട്ടനും ബീഫും എല്ലാം ഉണ്ട്. നമുക്ക് നാട്ടിൽ ഇങ്ങനെ വെട്ടി അപ്പം തന്നെ കിട്ടില്ലേ, അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. സാധാരണ ലുലു എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീറ്റല്ലേ കിട്ടുക. ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇതിങ്ങനെ ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് താറാവിനെ വാങ്ങിച്ചിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് വീട്ടിലേക്ക് എടുക്കണം. മെയിനായിട്ട് ഗ്യാസും കൂട്ടി എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസ് വേണമെങ്കിൽ ഓർഡർ ചെയ്താലും കൊണ്ടുവന്ന് തരും. ഇതിപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ പോയി എടുത്തു. പൊതുവേ അങ്ങനെ പോയി എടുക്കുക ചെയ്യാറ് കേട്ടോ. ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കൽ കുറവാണ്. ചിലപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഒരു പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഓഫ് ഡേ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും കൊണ്ടുവരാൻ. ഇപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെയും ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ നാളെ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി എടുക്കൽ തന്നെയാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയിപ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചെത്തിപ്പോൾ ഒരു 1:30 ആ ഒരു ടൈമൊക്കെ ആയി. ഞാൻ ഓൾറെഡി ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു റൈസ് ആട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാടമുട്ട വെച്ചിട്ടൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ സർലാസും കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് അകത്തേക്ക്. പിന്നെ അങ്ങനെ തന്നെയാട്ടോ ഞാൻ എടുത്തു വെച്ചത്. കുക്കറും പിന്നെ മുട്ട റോസ്റ്റ് വെച്ച പാത്രവും എല്ലാം അതുപോലെ തന്നെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ മിക്കവാറും അങ്ങനെ താഴെ ഇരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കുക. അങ്ങനെ ഡൈനിങ് ടേബിളും ഇരുന്നിട്ട് ഫുഡ് കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല. താഴെ ഇരുന്നിട്ടായിരിക്കും മിക്കവാറും കഴിക്കുക, അല്ലെങ്കിൽ സെറ്റിയും ഇരിക്കും. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് പാത്രങ്ങൾ കഴുകണം, പിന്നെ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് മുന്നേ ഡ്രൈയിങ് മാറ്റിൽ കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു, മുന്നേ കഴുകി വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അലക്കി വെച്ചിട്ടുള്ള തുണികളൊക്കെ എടുത്തിട്ട് പോയിട്ടാട്ടോ ഇവർ കളിക്കുന്നത്. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അകത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതൊന്ന് ഡ്രിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് എവിടെ വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കളി അതുമ്മേട്ടാ. അപ്പോൾ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഓരോന്ന് പിടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള സാധനം മരമാണെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര വെയിറ്റ് ഉള്ളതല്ല, വെയിറ്റ് അധികമില്ല. പക്ഷേ മേത്തൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും. പിന്നെ അത് പിടിച്ചിട്ടായിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഡ്രില്ല് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഡോറിൻ്റെ 2 സൈഡിലായിട്ട് ഡ്രില്ല് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്.
അപ്പോൾ ചേട്ടൻ അവിടെ അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ എൻ്റെ അനിയൻ പോയിട്ട് വാക്യൂം ക്ലീനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മോനതും യാട്ടാ ഫുൾ ടൈം കളി. അവനത് കണ്ടപ്പോൾ എന്തോ ഒരു സംഭവം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല, എന്തോ കളിക്കാനുള്ള എന്തോ പുതിയ സംഭവം കിട്ടിയേക്കെന്ന് വിചാരിച്ചിട്ട് അവനതുമ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 സൈഡിലും ഡ്രില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യണ സമയത്ത് ഇങ്ങനെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രില്ല് ചെയ്യുമ്പോൾ വരുന്ന പൊടി അതങ്ങനെ അപ്പം തന്നെ വാക്യൂം ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. വേണമെങ്കിൽ താഴെ ഒന്ന് തുടക്കി അടിച്ച് വരെ എന്തെങ്കിലും ചെയ്താൽ മതി. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്രില്ല് ചെയ്ത സ്ഥലത്ത് ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവുമല്ലോ. പിന്നെ ആ പൊടി ചിലപ്പോൾ നമ്മൾ ശ്വസിക്കും, അങ്ങനെ പറക്കുമ്പോൾ നൈസ് പൊടിയല്ലേ. ഇപ്പോൾ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം അതിൻ്റെ പൊടിയൊന്നും അങ്ങനെ താഴെ വീഴില്ല, അപ്പം തന്നെ വാക്യൂം ചെയ്ത് പോവും. അപ്പോൾ ഞങ്ങൾ ഡ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും വാക്യൂം ക്ലീനറും കൂടി വെച്ചിട്ടാട്ടോ ഡ്രില്ല് ചെയ്യുക. അപ്പോൾ അവരവിടെ ഡ്രില്ല് ചെയ്യണ സമയത്ത് ഞാനിങ്ങോട്ട് കിച്ചണിലേക്ക് പോന്നു കേട്ടോ. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാനെപ്പോഴും പാത്രം കഴുകുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാട്ടോ കഴുകുക. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ വെള്ളത്തിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു എൻ്റെ കൈമ സോപ്പായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് പൊട്ടും. നമ്മുടെ കാലിങ്ങനെ വരവിണ്ടൊക്കെ പൊട്ടില്ലേ, അതുപോലെ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങനെ പൊട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴുകുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് പാത്രങ്ങൾ കഴുകുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹാളിൽ ഡ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാനൊരു ലക്കി ബാമ്പൂൻ്റെ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ട് 2-3 ചെടിച്ചട്ടിയിലല്ല, ഒരെണ്ണം അങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഇതുമ്മ വെച്ചു. പിന്നെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം, അതും വെച്ചു. ഫസ്റ്റ് ഡ്രില്ല് ചെയ്യണ സമയത്ത് എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ, ഇത് ഭംഗി ഉണ്ടാവുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടികൾ നോക്കല. അപ്പോൾ ഞാൻ ഓൾറെഡി ഡക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേടാവും. ഇവിടെ ഇപ്പോൾ ചൂട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ചൂടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചൂടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ചൂടായി. ശരിക്കും പറഞ്ഞാൽ ഈ ജൂൺ ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ ഇത്ര ചൂടൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം എന്തോ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ അതിൽ താറാവിൻ്റെ കഴുത്തും അതിൻ്റെ കൊക്കൊക്കെയാണ് തോന്നുന്നുണ്ട്. അതൊക്കെ അവർ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ പറയണില്ല. എന്താണെന്ന് വെച്ചാൽ ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടോളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡക്ക് റോസ്റ്റ് ആട്ടാ. ഇത് ശരിക്കൊരു ബാച്ചിലേഴ്സ് റെസിപ്പി ആട്ടാ. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയല്ല, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറി അവിടെ റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ തോരയിടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുപ്പികൾ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചില്ലിൻ്റെ. പക്ഷെ അത് കഴുകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് വേറൊരു ദിവസം കഴുകണം. ഇനിയിപ്പോൾ പണികളെല്ലാം കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇന്നിപ്പോൾ വീക്കെൻഡ് അല്ലേ, അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇനി ഒരാഴ്ചത്തേക്കുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ച് തുടയ്ക്കുക. അപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ച് വെറുതെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കാട്ടോ ചെയ്യുക. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട്. പിന്നെ ഞാൻ പുറത്ത് പോണ സമയത്ത് മിക്കവാറും എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ട് പോകാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് പണികളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫുഡ് കഴിച്ച പാത്രം കഴുകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ മിക്കവാറും ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോവുക.
കിച്ചൺ അടിച്ചുവാരൽ എൻ്റെ പെട്ടെന്ന് തീരുട്ടാ. അടിച്ചുവാരൽ തീരാത്തൊരു സ്ഥലം ഹോളാണ്. ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ആവശ്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകലൊക്കെ. പ്രത്യേകിച്ച് മോനൊക്കെ ഞാൻ അടിച്ചു വാരുന്നത് കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ്, അതിൻ്റെ അടുത്ത് വന്ന് കളിക്കാനും എല്ലാത്തിനും. അപ്പോൾ അകം അടിച്ചു വാരുമ്പോൾ എനിക്ക് കുറച്ചധികം ടൈം എടുക്കാറുണ്ട്. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞു. പിന്നെ ബാക്കി പണികളെല്ലാം കഴിഞ്ഞു. മൊത്തത്തിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടുക്കി വെച്ചു കേട്ടോ. പിന്നെ ആ കുപ്പികൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കത് കഴുകാനായിട്ടൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് വേറൊരു ദിവസം കഴുകണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഇനിയിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ബൈ.